ജീവിതത്തിന്റെ ഏറ്റവും കൈപേറിയ സത്യം നല്ല വസ്തുക്കൾ എളുപ്പത്തിൽ ലഭിക്കില്ല എന്നതാണ്. ഒരാൾക്ക് നിങ്ങളുമായി ഒരു ബന്ധവും താൽപ്പര്യവുമില്ലെങ്കിൽ സ്വയം അവരുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക. കാരണം അവർക്ക് നിങ്ങളെ വിലമതിക്കാനും നിങ്ങൾക്ക് ക്ഷമിക്കാനും കാലം തന്നെ പഠിപ്പിച്ചോളും. ഈ ലോകം മനുഷ്യരെ ചീട്ടുകട്ടകൾ പോലെയാണ് കളിക്കുന്നത്. ജയിച്ചവരും അതിനെ വലിച്ചെറിയും, തോറ്റവരും അതിനെ വലിച്ചെറിയും. ജീവിതം ജീവിക്കണമെങ്കിൽ വേദനകൾ സഹിച്ചേ പറ്റൂ. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കത്തുമ്പോൾ പോലും ആ വേദന അറിയില്ലല്ലോ. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുക എന്നത് ജീവനുള്ള തവളകളെ തളികയിൽ വെച്ച് തൂക്കി നോക്കുന്നതുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നിനെ ഇരുത്തുമ്പോഴേക്കും അടുത്തത് ചാടിപ്പോകും. നിങ്ങളോട് തർക്കിക്കുന്നവരെ പേടിക്കേണ്ടതില്ല, പക്ഷെ ഉള്ളിൽ കപടത വെച്ച് നിങ്ങളെ ചതിക്കുന്നവരെ തീർച്ചയായും ഭയക്കണം. ഈ ലോകത്തിൽ ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അപമാനിക്കുന്നത്. വിജയിച്ച ഒരാൾ എപ്പോഴും സന്തോഷവാനായിരിക്കണം എന്നില്ല, പക്ഷേ എപ്പോഴും സന്തോഷമായിരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ തീർച്ചയായും വിജയിക്കും. എന്നാണോ നിങ്ങളുടെ ചിരിയുടെ യജമാനൻ നിങ്ങൾ തന്നെയാകുന്നത്, അന്നു മുതൽ നിങ്ങളെ കരയിപ്പിക്കാൻ ആർക്കും കഴിയില്ല. സ്വയം അത്രത്തോളം യോഗ്യനാവുക. ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ നാളെ നിങ്ങളെ ഒരു മാതൃകയായി ചൂണ്ടിക്കാണിക്കണം. സ്വന്തം തെറ്റുകളെ കുറ്റപ്പെടുത്താൻ ധൈര്യമില്ലാത്തവരാണ് ഈ കാലഘട്ടം ശരിയല്ല എന്ന് മറ്റുള്ളവരോട് പറയുന്നത്. ക്ഷമിക്കാനുള്ളിൽ നല്ല കരുത്തുള്ളവർക്കേ സാധിക്കൂ. ഉള്ളുപൊള്ളയായ മനുഷ്യർ എപ്പോഴും പ്രതികാരചിന്തയുടെ തീയിലാണ് ജീവിക്കുന്നത്. ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ എന്ത് മാറ്റമുണ്ടാകും എന്ന് ചിന്തിക്കാതിരിക്കൂ. പകരം വരും 24 മണിക്കൂറിൽ എന്തു ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കൂ. ഒരാളുടെ യഥാർത്ഥ മുഖം പുറത്തുവരുന്നത് നിങ്ങൾക്ക് അവരെക്കൊണ്ട് ഒരു ആവശ്യവും ഇല്ലാതാകുമ്പോഴാണ്. തിരിച്ചു മറുപടി പറയുന്നത് മോശം കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങളെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരുന്നാൽ ആളുകൾ അവരുടെ പരിധികൾ മറന്ന് സംസാരിക്കും. 1 മിനിറ്റ് കൊണ്ട് ജീവിതം മാറില്ല, പക്ഷേ 1 മിനിറ്റിരുന്ന് ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഒരു വിഡ്ഢിയോട് തർക്കിക്കുന്നത് നിങ്ങളുടെ കവളത്തിരിക്കുന്ന കൊതുകിനെ അടിച്ചുകൊല്ലാൻ ശ്രമിക്കുന്നതുപോലെയാണ്. കൊതുക് ചത്തോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ നിങ്ങളുടെ കവളത്ത് ഒരടി ഉറപ്പായും കിട്ടും. സൗഹൃദത്തിലും ബന്ധങ്ങളിലും മറക്കാൻ സാധിക്കുന്ന അത്രയും തുക മാത്രം കടം കൊടുക്കുക, ഇല്ലെങ്കിൽ പണവും പോകും, ആ ബന്ധവും നഷ്ടപ്പെടും. കപട മനുഷ്യരുടെ വാക്കുകൾ എപ്പോഴും മധുരമുള്ളതായിരിക്കും, എന്നാൽ സത്യസന്ധരായ മനുഷ്യരുടെ വാക്കുകൾ എപ്പോഴും കയ്പുള്ളതായിരിക്കും. ഒരാളെ വിലമതിക്കണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുക്കുന്നവർ പോലും പറയും അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന്. നിങ്ങളുടെ പുറകിൽ സംസാരിക്കുന്നവരെ ഒരിക്കലും ശ്രദ്ധിക്കരുത്. കാരണം നിങ്ങൾ ഇപ്പോഴും അവരെക്കാൾ 2 ചുവട് മുന്നിലാണെന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത 3 തെറ്റുകൾ. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിച്ചു, എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ കരുതി. ഒരിക്കലും ആരെയും ചതിച്ചില്ല. ഭാഗ്യവും ഭാര്യയും ചിലപ്പോൾ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചേക്കാം, പക്ഷേ അവർ കൂടെ നിന്നാൽ നമ്മുടെ തലവര തന്നെ മാറിമറിക്കും. ജീവിതം നിങ്ങളുടെ രീതിക്ക് തന്നെ ആസ്വദിക്കൂ. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നിന്നാൽ സിംഹത്തിനു പോലും സർക്കസിൽ നൃത്തം ചെയ്യേണ്ടിവരും. ചില മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരെ നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ അവർ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റും. അമിതഭാരം ചുമന്നു നടക്കുന്നവർ എപ്പോഴും മുങ്ങിപ്പോകും. അത് സാധനങ്ങളുടെ ഭാരമായാലും ശരി, അഹങ്കാരത്തിന്റെ ഭാരമായാലും ശരി. ഇരട്ടത്താപ്പുള്ള മനുഷ്യർക്ക് അവസാനം സ്വന്തമായി ഒരു സ്വഭാവം പോലും ഇല്ലാതാകും. സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാർത്ഥരായ മനുഷ്യരെ ഫോണിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുക. ചതി ഒരിക്കലും മരിക്കില്ല. ഇന്ന് നിങ്ങളത് മറ്റൊരാൾക്ക് കൊടുത്താൽ നാളെ അത് നിങ്ങളെ തന്നെ തേടിവരും. ഈ ലോകത്തിന് കള്ളം പറയുന്നവരെയാണ് കൂടുതലിഷ്ടം. കുറച്ച് സത്യം തുറന്നു പറഞ്ഞാൽ ഇന്ന് സ്വന്തം ആളുകൾ പോലും പിണങ്ങിപ്പോകും. തെറ്റ് തന്നെയാണ്. മിണ്ടാതിരുന്ന് ഭീരുവാകുന്നതിനേക്കാൾ നല്ലത് പ്രതികരിച്ച് അഹങ്കാരി എന്ന പേര് കേൾക്കുന്നതാണ്. ആത്മാർത്ഥമായ ബന്ധങ്ങളെ ഉള്ളറിഞ്ഞ് അനുഭവിച്ചവർ മാത്രമേ കരയൂ. അല്ലാതെ സ്വാർത്ഥലാഭത്തിനുവേണ്ടി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കണ്ണുകളിൽ നാണവുമില്ല, കണ്ണീരുമില്ല. മനുഷ്യർ എവിടെ നിന്നാണ് ഇത്രയധികം കപടത പഠിക്കുന്നത്? കൂടെ ജീവിക്കുകയും ചെയ്യും, ഉള്ളിൽ നമ്മളോട് അസൂയ വെച്ചു പുലർത്തുകയും ചെയ്യും. എന്റെ ജീവിതത്തിൽ ചില പ്രത്യേക മനുഷ്യരുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ ഒരിക്കലും പിരിയില്ലെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ പോയപ്പോഴാകട്ടെ അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നതേയില്ല എന്ന രീതിയിലാണ് പോയത്. ആദ്യം അവർ നമ്മളെ സ്വന്തമെന്ന പോലെ കൂടെ നിർത്തും, അതിനുശേഷമാണ് നമ്മളെ ഒരു തമാശക്കഥയാക്കി മാറ്റുന്നത്. ചിലപ്പോൾ മനസ്സിനെ അങ്ങ് പൊരുത്തപ്പെടുത്താൻ പഠിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വിചാരിക്കുന്ന എല്ലാ വാശികളും നമുക്ക് സന്തോഷം തരണമെന്നില്ല. സ്വന്തം തെറ്റുകൾ പോലും സമ്മതിക്കാത്തവർ എങ്ങനെയാണ് നിങ്ങളെ സ്വന്തമായി കാണുന്നത്? ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അധികാരം കാണിക്കാനാണ് താൽപ്പര്യം, പക്ഷേ ആ ബന്ധം നിലനിർത്താൻ ആർക്കും താൽപ്പര്യമില്ല. ജീവിതത്തിന്റെ അവസാന പേജിനായി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം കേട്ടിട്ടുണ്ട് കഥയുടെ അവസാനമെല്ലാം ശുഭമായി തീരുമെന്ന്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നവർ ഉള്ളിൽ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹവും കരുതലുമുള്ളവരായിരിക്കും. കുട്ടിക്കാലത്ത് കഥകൾ കേട്ടാണ് നമ്മൾ ഉറങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് സ്വന്തം ജീവിതകഥ ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത്. എന്തുകൊണ്ടോ അറിയില്ല,
നമ്മൾ ആരെയാണോ ജീവിതമെന്ന് കരുതി കൂടെ കൂട്ടുന്നത് അവർ തന്നെയാണ് നമ്മളെ തനിച്ചാക്കി പോകുന്നത്. ഇവിടെ ആരും ആരുടേതുമല്ല, എല്ലാവരും സമയം പോക്കിനുവേണ്ടി മാത്രം നമ്മളെ സ്വന്തമെന്ന് വരുത്തി തീർക്കുന്നു. എന്റെ കൂടെയുണ്ടായിട്ടും എന്റെ അവസ്ഥ മനസ്സിലാക്കാത്ത എല്ലാവരിൽ നിന്നും എനിക്ക് ദൂരെ മാറി നിൽക്കണം. ഒരുപാട് ഓപ്ഷനുകളുള്ളവർക്ക് ഒരിക്കലും ഒരാളുടെ മാത്രം വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്താലും ആളുകൾ ഒരിക്കലും നിങ്ങളോട് പൂർണ്ണമായി ആത്മാർത്ഥത കാണിക്കില്ല. ഒരു തെറ്റും ചെയ്യാതെ അനുഭവിക്കേണ്ടിവരുന്ന വേദനയുണ്ടല്ലോ, അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു കാര്യം സത്യമാണ്, എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖത്തിനു പിന്നിൽ ഒളിച്ചുവെച്ച ഒരുപാട് വേദനകളുണ്ടാകും. ഈ ലോകം വളരെ വിചിത്രമാണ്. ഇവിടെ ആളുകൾ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന് വാക്ക് തന്ന് ഒരു നിമിഷം കൊണ്ട് കൈവിട്ടുകളയും. എപ്പോഴും സത്യം പറയുന്ന സ്വഭാവമുള്ളവരെയാണ് ഈ ലോകം ഏറ്റവും കൂടുതൽ തെറ്റുകാരനായി ചിത്രീകരിക്കുന്നത്. ഒരു കുടുംബമുണ്ടാകുന്നത് ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ട് മാത്രമല്ല, പരസ്പരം സ്നേഹവും ബഹുമാനവും കരുതലും ഉണ്ടാകുമ്പോഴാണ്. മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ സ്വയം മനസ്സിലാക്കി മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ മോശം കാലത്തുകൂടെ നിന്ന ആ മനുഷ്യനെ ഒരിക്കലും മറക്കരുത്. ഭാഗ്യവും സാഹചര്യവും ഒത്തുവന്നില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു യോഗ്യതയുമില്ലാത്തവരുടെ വാക്കുപോലും നമ്മൾ കേൾക്കേണ്ടിവരും. സഹിക്കാൻ പഠിച്ച ഒരു മനുഷ്യനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. കാരണം സമയം കടന്നുപോയേക്കാം, പക്ഷേ ആ വാക്കുകൾ ഉള്ളിലെന്നും കിടക്കും. ആരെയും അവരുടെ അവസ്ഥ കണ്ട് പരിഹസിക്കരുത്. കാരണം ഒരു വ്യക്തിയുടെ സമയം മാറാൻ അധികം നേരം വേണ്ട. എന്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന സമയത്തും എനിക്കൊപ്പം നിന്ന ചില നല്ല മനുഷ്യരെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. തനിച്ചായിരിക്കാൻ പഠിച്ച മനുഷ്യരാണ് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നോർത്ത് ഇവിടെ ആർക്കും ഒരു വിഷമവുമില്ല. നിങ്ങളുടെ സാഹചര്യം മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഈ ലോകത്തിലെ ഒന്നിനും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കെടുത്താൻ കഴിയില്ലെന്ന് സ്വയം ഉറച്ചു വിശ്വസിക്കുക. ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകരമായി മറ്റൊരാൾ വന്നുകഴിഞ്ഞാൽ അവിടെ നിന്നും സ്വയം പിൻവാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തന്നിരുന്ന ബന്ധങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തിക്കളയുന്നത്. മറ്റുള്ളവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവന്റെ രോഗത്തിന് ഈ ലോകത്ത് ഒരു മരുന്നുമില്ല. കൈവിടാൻ ഇനിയൊന്നും ബാക്കിയില്ലാത്ത മനുഷ്യർ ഉള്ളിൽ അത്രമേൽ ശക്തരായി മാറിയിട്ടുണ്ടാകും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, എല്ലാവരുടെയും ആകാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും ഒരാളുടെയും ആകില്ല. ചില ബന്ധങ്ങൾ തകർന്നു പോയേക്കാം, പക്ഷെ അവ ഉള്ളിൽ നിന്നും ഒരിക്കലും അവസാനിക്കില്ല. ചില തെറ്റുകളോട് ക്ഷമിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നല്ല മനുഷ്യരുടെ ഒരേയൊരു ശാപം അവർ എല്ലാവരെയും നല്ലവരായി മാത്രമേ കാണൂ എന്നതാണ്. നിങ്ങൾ ആരെയാണോ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. ആഴമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളിലൊരു ആഴമുണ്ടായിരിക്കണം. ആ ആഴമുണ്ടാകുന്നത് ജീവിതത്തിൽ നിന്നും വലിയ മുറിവുകൾ ഏറ്റവർക്ക് മാത്രമാണ്. നമ്മുടെ ചിന്തകൾ മനോഹരമാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മനോഹരമായി തോന്നും. ശരീരഭംഗിയേക്കാൾ പ്രധാനം നമ്മുടെ വാക്കുകളുടെ ഭംഗിയാണ്. കാരണം ആളുകൾ മുഖം മറന്നേക്കാം, പക്ഷേ നമ്മൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മറക്കില്ല. വ്യാജമായ സത്യപ്രസ്താവനകൾ കൊണ്ട് മനുഷ്യൻ മരിക്കില്ലായിരിക്കാം, പക്ഷേ ആ മനുഷ്യനിലുള്ള വിശ്വാസം തീർച്ചയായും മരിക്കും. എനിക്ക് ആളുകളോട് ക്ഷമിക്കാനറിയാം, പക്ഷേ വീണ്ടും അവരെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ല. ഇന്നത്തെ കാലത്ത് നല്ലൊരു ഹൃദയമുണ്ടാവുക എന്നതും ഒരു കുറ്റമാണ്. ഇവിടെ എല്ലാവരും സ്വാർത്ഥലാഭത്തിനുവേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നത്. ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായി ഒരു വിലാസം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ മടിയെ ഇന്ന് തന്നെ മാറ്റാൻ തുടങ്ങുക. ഇല്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾക്ക് വിജയത്തിന്റെ വാതിൽക്കലെത്തണമെങ്കിൽ കഠിനാധ്വാനമെന്ന താക്കോൽ തിരിക്കുക തന്നെ വേണം. നിങ്ങളുടെ കഴിവ് അത്രത്തോളം വർദ്ധിപ്പിക്കുക. മറ്റുള്ളവർക്ക് അവരുടെ യോഗ്യത എന്താണെന്ന് സ്വയം മനസ്സിലായിക്കോളും. കൂട്ടത്തിൽ കിടന്ന് ബഹളം വയ്ക്കുന്നവർ ആ കൂട്ടത്തിൽ തന്നെ അവശേഷിക്കും. എന്നാൽ നിശബ്ദമായി അധ്വാനിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം വരിക്കുന്നത്. വരുവിൻ, നമുക്ക് നമ്മുടെ തലവര ഒരു പുതിയ വഴിയിലേക്ക് മാറ്റാം. കഠിനാധ്വാനം കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തകർത്തെറിയാം. ഈ ലോകത്തിലെ ഏറ്റവും നല്ല മരുന്നാണ് ഉത്തരവാദിത്തം. അതൊരിക്കൽ ഏറ്റെടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും തളർന്നുപോകാൻ അത് സമ്മതിക്കില്ല. മോശം സാഹചര്യത്തിലും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ വിജയത്തിൽ നിന്നും തടയാൻ ആർക്കും കഴിയില്ല. ആരും കഠിനാധ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സാഹചര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നമ്മളെക്കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. ജീവിതത്തിൽ അങ്ങനെയൊരു നിലയിൽ എത്തിച്ചേരുക. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണം. നിങ്ങളെ നഷ്ടപ്പെടുമെന്നോർത്ത് ഭയപ്പെടണം. നിങ്ങൾ മടിച്ചിരിക്കുമ്പോൾ എല്ലാം കഠിനമായി തോന്നും. എന്നാൽ നിങ്ങൾ അധ്വാനിക്കാൻ തുടങ്ങിയാൽ എല്ലാം എളുപ്പമായി മാറും. ഏത് കാര്യമാണോ ചെയ്യാൻ മടി തോന്നുന്നത് അതാണ് അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. പ്രതിസന്ധികൾ എല്ലാവരുടെയും വഴിയിലുണ്ടാകും. ചിലർ തളർന്നുപോയി വിധിയെ പഴിക്കുമ്പോൾ മറ്റു ചിലർ വിധിയോട് പോരാടി സ്വന്തം ചരിത്രം തിരുത്തിക്കുറിക്കുന്നു.